ഹലോ നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. ഇന്ന് നമുക്കൊരു രക്തചന്ദനത്തിൻ്റെ തൈ കിട്ടി. അത് നമുക്ക് എങ്ങനെ നടാവുന്നും ഇതിൻ്റെ നമുക്കെല്ലാവർക്കും ധാരണയുണ്ട്, വീട്ടിൽ ചന്ദനം വെച്ച് പിടിപ്പിച്ചാൽ അത് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ രീതികളും ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് നേരിൽ കാണാം. നമുക്ക് ഇച്ചിരി വളർന്ന തൈയാണ് കിട്ടിയേക്കുന്നത്. നമുക്കതുകൊണ്ട് അവിടെ കൊണ്ട് നടാം. ഈ സ്ഥലത്താണ് നടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഒരു കുഴി എടുത്ത് നമ്മുടെ രക്തചന്ദനം നടാനുള്ള കുഴി റെഡിയായിരിക്കുക. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് സൂപ്പർ മേലും കൂടി ഇടുകയാണ്. നമ്മളിപ്പോൾ ചാണകപ്പൊടിയും സൂപ്പർ മേലും ഇട്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരി മണ്ണ് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്തത് നമുക്ക് ചെടി നടാം. അങ്ങനെ ഇതെല്ലാം മിക്സായി ഇവിടെ രക്തചന്ദനത്തിൻ്റെ തൈ വെച്ച് ഇനി നമുക്ക് ചെട്ടിച്ച് മണ്ണ് നാദിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളമൊന്നും കെട്ടിയിരിക്കാനായിട്ട് അനുവദിക്കരുത്. വെള്ളം ഓവറായിട്ടൊന്നും വേണ്ട. കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് പോയി. നമ്മുടെ ചെടി ഇപ്പം നമ്മൾ രക്തചന്ദനം നട്ടിരിക്കുക. ഇനി നമുക്ക് മണ്ണിട്ട് അങ്ങ് ഫില്ല് ചെയ്യുക. നമ്മൾ തൈ നട്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഇതിൻ്റെ നാലേറ്റ് അതിൻ്റെ സൈഡായിട്ട് പൊന്നാങ്കണ്ണി ചീരയോ തൊട്ടാവാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നടണം. അതാണ് അതിൻ്റെ രീതി. നമുക്ക് ഇപ്പോൾ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ പൊന്നാങ്കണ്ണി ചീരയുണ്ട്. അപ്പോൾ അത് എൻ്റെ നാലേറ്റും ഒന്ന് നടാൻ പോവാ. നമുക്ക് എന്തായാലും ആദ്യമായിട്ട് നട്ടല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പം വീട്ടിൽ ചന്ദനം മരം നട്ടിരിക്കുക. എല്ലാവർക്കും ഉള്ളൊരു സംശയം, വീട്ടുകളിൽ ചന്ദനം നടാൻ പറ്റുമെന്നാണ്. പക്ഷെ നടാം. നമ്മുടെ വീട്ടിൽ ചന്ദനം മരം നടാം. നട്ട് 15 കൊല്ലം ആകുമ്പോൾ ആ തടി ഭാഗമാവും. നമുക്കത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുറിക്കാൻ അധികാരമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായി. അവർ വന്ന് ഈ തടി കട്ട് ചെയ്തുകൊണ്ട് പോവുകയും അവർ ലേബർ ചാർജ് ഒഴിച്ച് ബാക്കി പൈസ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരികയും ചെയ്യും. നമ്മുടെ വീട്ടിൽ 10-15 കൊല്ലമായ ഒരു ചന്ദനമരം അഥവാ മോഷണം പോയി, നമ്മൾ അറിയാതെ മോഷണം പോയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. അപ്പോൾ ഇത്തരം പ്രൊസീജിയറുകളൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല പേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ആർക്കും ഇത് നട്ടുവളർത്താം. അപ്പോൾ ഇനി നിങ്ങളാരും മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലും ചന്ദനം തൈ വെക്കാം. അത് നല്ലൊരു ആദായമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ബായ്.